പ്രിയരെ, ഇന്നത്തെ നമ്മുടെ വചന പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേ. അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തം മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മേരി ആന്റിയുടെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? മേരി പോൾസൺ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മള് സങ്കീർത്തനം 8ഉം 9ഉം പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചു. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് 10ഉം 11ഉം സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണല്ലോ. 10ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തെ 2 വാക്യങ്ങൾ ഇപ്രകാരമാണ്: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതിനെന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. പ്രിയപ്പെട്ടവരെ, 1ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത്? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിരിക്കാം. ദൈവമേ, ഈ കഷ്ടതയുടെ നാളിൽ അവിടുന്ന് എന്നിൽ നിന്ന് അകന്നിരിക്കുന്നത് എന്താണ്? എൻ്റെ ഈ വേദനയും എൻ്റെ ദുഃഖവും എൻ്റെ നിരാശയും എൻ്റെ പ്രയാസങ്ങളും അവിടുന്ന് കാണാതിരിക്കുന്നത് എന്താണെന്നുള്ള നൊമ്പരം ഒരുപക്ഷെ നമ്മളും ദൈവസന്നിധിയിൽ പങ്കുവച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ എന്നല്ല, 100% മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരെങ്കിലും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിരിക്കാം, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇത്ര പ്രയാസങ്ങളും ദുഃഖങ്ങളും ഞെരുക്കവും നിറഞ്ഞതെന്ന് ദൈവത്തോട് ചോദിച്ചിരിക്കാം. എന്താണ് അവിടുന്ന് ഇടപെടാതെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കാനും ഇടയായിത്തീരും. ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് സങ്കീർത്തകൻ ദൈവത്തോട് ആമുഖമായി 10ാം സങ്കീർത്തനത്തിന്റെ ആമുഖ വാക്യമായിട്ട് ചോദിക്കുന്നത്. ദൈവമേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത്? നമ്മളും ചോദിച്ചിട്ടില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ മേരി ആന്റി അത് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള കാര്യം, ദൈവമേ, അങ്ങ് എവിടെയാണ്? ഇല്ലേ? ഉറപ്പായിട്ട് നമ്മൾ ഓരോരുത്തരും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു മനുഷ്യൻ അവന്റെ കഷ്ടതയുടെയും ദുഃഖത്തിന്റെയും ആധിക്യത്തിൽ ദൈവത്തോട് കലഹിക്കുകയാണ്. ദൈവമേ, എന്നെ ഈ കനൽ വഴികളിലൂടെ, ഈ ദുഃഖം നിറഞ്ഞ താഴ്വരയിലൂടെ അവിടുന്ന് ഏകനായിട്ട് കടത്തിവിടുകയാണല്ലോ എന്നുള്ള ആ വാക്കുകൾ കൊണ്ട് ദൈവത്തോട് കലഹിക്കുമ്പോൾ ദൈവം അവന് രാത്രിയിൽ ഒരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനം എങ്ങനെയാണ്? ഇവൻ ഒരു കടൽ തീരത്തോടുകൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവന് ഒരു കാര്യം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവന്റെ അരികിലൂടെ ദൈവം നടക്കുന്നതായിട്ട് കാണുകയാണ്. അതായത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവന്റെ കാൽപാദങ്ങൾ മാത്രമല്ല, ഇവന്റെ കാൽപാദങ്ങളോട് ചേർന്ന് മറ്റ് 2 കാൽപാദങ്ങൾ കൂടെ കാണുകയാണ്. അപ്പൊ അവനത് മനസ്സിലാക്കുകയാണ്, ദൈവമാണ് അവന്റെ കൂടെ നടക്കുന്നതെന്ന് അവന് ബോധ്യം വരികയാണ്. അവനതിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ ഇവന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവന്റെ കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ.
അപ്പൊ വീണ്ടും ഈ സ്വപ്നത്തിൽ ഇവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, എൻ്റെ കൂടെ നടന്നിട്ട് ഈ സഹനം വന്നപ്പോ, ദുഃഖം വന്നപ്പോ, ഞെരുക്കം വന്നപ്പോ, മറ്റുള്ളവരുടെ പരിഹാസങ്ങളും നിന്ദനങ്ങളും വന്നപ്പോ എന്നെ ഉപേക്ഷിച്ച് അവിടുന്ന് കടന്നു കളഞ്ഞല്ലോ എന്ന് ദൈവത്തോട് പരാതി പറയുമ്പോ ദൈവം അവന് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നീ കാണുന്ന കാൽപാദങ്ങൾ നിന്റേതല്ല, മറിച്ച് അത് എൻ്റെ കാൽപാദങ്ങളാണ്. ഇതുവരെ ഞാൻ നിന്റെ കൂടെ നടക്കുകയായിരുന്നു. എന്നാൽ നിന്റെ കഷ്ടതകളിൽ, നിന്റെ വേദനകളിൽ, നിന്റെ ദുഃഖങ്ങളും ഞെരുക്കങ്ങളും നിറഞ്ഞ കനൽ വഴികളിലൂടെ കടന്നു പോകുമ്പോ നിന്റെ കാല് കൊള്ളാതിരിക്കാൻ, നീ തളർന്ന് വീണു പോകാതിരിക്കാൻ, നീ നിരാശപ്പെട്ട് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളം കൈയിൽ, എൻ്റെ ചുമലിൽ ചേർത്ത് പിടിച്ച് ഞാൻ നിന്നെ എടുത്തു പിടിച്ച് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനക്കാരന്റെ ചോദ്യം ഇങ്ങനെയാണ്, ദൈവമേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? അതായത് കഷ്ടതയുടെ കാലഘട്ടത്തിൽ നീ എന്തുകൊണ്ടാണ് ദൂരത്ത് മാറി നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ ദൈവം ദൂരെ മാറി നിൽക്കുന്ന സമയമല്ല കഷ്ടത. ദൈവം ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് കഷ്ടതയും വേദനയും സഹനവും. അതുകൊണ്ട് അതിനുള്ള ഒത്തിരി വചനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 1-2 വചനങ്ങൾ അതിന് അടിസ്ഥാനമായിട്ട് എടുക്കാം. 46-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കടവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പൊ ദൈവം കഷ്ടതയുടെ കാലഘട്ടത്തിൽ എവിടെയാണ്? ഏറ്റവും അടുത്ത തുണയാണ്. ഒരുപക്ഷെ ഇയ്യോബിന്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഷ്ടത വന്നപ്പോ ആരൊക്കെ അകന്നുപോയി? കഷ്ടത വന്നപ്പോ സ്വന്തം ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി. അതോടൊപ്പം അദ്ദേഹത്തിന്റെ 4 സുഹൃത്തുക്കൾ, അദ്ദേഹത്തോട് ചേർന്ന് സന്തോഷത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം കഷ്ടതയും സഹനവും വന്നു കഴിഞ്ഞപ്പോ അവര് മാറി ഇദ്ദേഹത്തെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ഇയ്യോബിനോട് ചേർന്ന് ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യൗസേപ്പിന്റെ ജീവിതം എടുത്തു നോക്കിക്കേ. പൂർവ്വപിതാവായ യൗസേപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ 10 സഹോദരന്മാർ ചേർന്ന് കൊല്ലാനായിട്ട് പദ്ധതിയിടുകയും, എന്നാൽ മൂത്ത സഹോദരൻ ഇടപെട്ട് കൊല്ലുന്ന ആ അവസ്ഥയിൽ നിന്ന്, അങ്ങനെ വലിയൊരു പാതകത്തിൽ നിന്ന് മറ്റ് സഹോദരന്മാരെ തിരുത്തി ഇവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. വീണ്ടും അവിടുന്ന് വലിച്ചു കയറ്റി മിദ്യാന കച്ചവടക്കാർക്ക് വിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, മിദ്യാന കച്ചവടക്കാർ പോത്തീഫറിന് യൗസേപ്പിനെ വിൽക്കുകയാണ്. 20 വെള്ളിക്കാശിന് വിൽക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിന് വലിയ സഹനങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. ഈ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദൈവം ജയിലിൽ യൗസേപ്പിന്റെ കൂടെ ഇറങ്ങി ഇരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പൊ സഹനങ്ങളുടെ നാളിൽ അപ്പൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, കൂടപ്പിറപ്പുകൾ കൂടെയില്ല, സുഹൃത്തുക്കൾ കൂടെയില്ല. ജയിലിന്റെ ആ ഇരുട്ടറയിൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? ദൈവമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി 28:15. കിട്ടിയവർക്ക് എടുത്ത് വായിക്കാം. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഇതാരോട് പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ചു എന്നുള്ളൂ. യാക്കോബ്, പൂർവ്വപിതാവായ യാക്കോബിനോട്, ഇസഹാക്കിന്റെ മകൻ യാക്കോബിനോട് ദൈവം അരുളി ചെയ്യുന്ന വചനമാണ്. ഏത് സാഹചര്യമാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഏശാവ് എന്ന ജ്യേഷ്ഠ സഹോദരൻ യാക്കോബിനെ കൊല്ലുവാനായിട്ട് പദ്ധതിയിടുമ്പോ
അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവിന്റെ ദേശത്തേക്ക് പലായനം ചെയ്തു പോവുകയാണ്. അങ്ങനെ പലായനം ചെയ്തു പോകുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം എത്തുമ്പോൾ അദ്ദേഹം ഒരു കല്ല് തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ദർശനത്തിൽ ദൈവം കൊടുക്കുന്ന അരുളപ്പാടാണ് ഈ കാണുന്നത്. അപ്പൊ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, യാക്കോബിനോട് ദൈവം ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നിട്ട് യാക്കോബിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പിന്നീട് അങ്ങോട്ട് ഹാരാനിൽ ചെന്ന് അവിടെ എന്തെല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഒത്തിരി വേദനകളും സഹനങ്ങളും, ഏതാണ്ട് 14 വർഷക്കാലഘട്ടം ആ വീട്ടിൽ ഒരു അടിമയെ പോലെ ആടുകളെ മേയിച്ച് ജീവിക്കേണ്ടി വന്നു. അവസാനം അവിടുന്ന് അമ്മായിയപ്പന്റെ ഒരു മേഖലയിൽ നിന്ന് ഒത്തിരി പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിടുന്നുണ്ട്. അദ്ദേഹം വീണ്ടും അവിടുന്ന് പലായനം ചെയ്ത് യാബോക്ക് നദീ തീരത്ത് വരുമ്പോഴാണ് വീണ്ടും ദൈവത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒത്തിരി പ്രയാസങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും സാഹചര്യങ്ങൾ ദൈവം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ യാക്കോബിനുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കൂടെയുള്ള ജനതയായ നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാകും? വേദനകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ദൈവം വിദൂരത്തല്ല, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണെന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്, യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വേദനകളുടെയും സഹനങ്ങളുടെയും സമയങ്ങളിൽ ആ വേദനകളുടെ ആധിക്യം കൊണ്ട് നമുക്ക് തോന്നിപ്പോകുന്ന ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. പ്രത്യേകിച്ച് ദൈവം സ്നേഹപൂർണനാണെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ ഈ വലിയ വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടത്തിവിടുന്നത് എന്നുള്ള ചിന്തയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം 2-ാമത്തെ വാക്യം, ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അത് ലോക ചരിത്രം മുതൽ, അതിന് ലോകാരംഭം മുതൽ ലോക അവസാനം വരെയും അങ്ങനെ തന്നെയാണ്. ദുഷ്ട മനുഷ്യരുടെ ഉപദ്രവങ്ങളും അവരുടെ വാക്കുകളും അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനങ്ങളും എളിയവർക്ക് എന്നും വേദനയും ദുഃഖവും ആണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദുഷ്ടത, അഹങ്കാരം നിറഞ്ഞ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റി എളിയവരായി ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ. പിന്നീട് 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടനെ പറ്റി, അവന്റെ പ്രത്യേകതകളെ പറ്റി, അവന്റെ മനോരഥത്തെ പറ്റി ഒക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ദുഷ്ടന്റെ ജീവിതത്തിൽ അവനുണ്ടാകുന്ന അവന്റെ ഉള്ളിൽ അവന്റെ ചിന്തകളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ സംസാര രീതികളും ഒക്കെയാണ് പിന്നീട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതൊന്ന് വെറുതെ വായിച്ചു പോയാൽ മതി, ഞാനത് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. മനോരഥം എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്തകളിൽ പ്രശംസിക്കുകയാണ്. അതായത് ഞാൻ മിടുക്കനാണ്, ഞാന് അപ്പൊ നമ്മൾ ഇത് വായിക്കുന്നില്ലേ, യേശു തന്നെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ, ഒരു ഉപമ പറയുന്നുണ്ടല്ലോ, ചുങ്കക്കാരന്റെയും അതുപോലെ തന്നെ ഒരു പരീശന്റെയും ഉപമ. പരീശൻ കയറി ചെന്ന് എന്താ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത്? അവൻ തന്നെത്താൻ പ്രശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പുറത്തു നിൽക്കുന്ന ചുങ്കക്കാരനോ, അവനാകട്ടെ തന്നെത്താൻ താഴ്ത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ദുഷ്ടൻ തന്നെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. അപ്പോൾ അതാണ്, ദൈവത്തെക്കാൾ ഉപരി മറ്റെന്തിനേയും സ്നേഹിക്കാൻ പോയാൽ അത് നമുക്ക് അപകടമാണെന്ന് ഈ വചനം വെളിപ്പെടുത്തുകയാണ്. ദുരാഗ്രഹി എന്തിനെ പറ്റിയുള്ള ദുരാഗ്രഹമാണോ അതെല്ലാം ദൈവത്തെ ത്യജിക്കാനും ദൈവത്തെ നിരസിക്കാനും ഇടയാക്കും, ദൈവത്തെ നിന്ദിക്കാൻ ഇടയാക്കുമെന്ന് ഈ വചനഭാഗം വെളിപ്പെടുത്തുകയാണ്. 4-ാമത്തെ വാക്യം, ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു, ദൈവം ഇല്ല എന്നാകുന്നു അവന്റെ
നിരൂപണം ഒക്കെയും. അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ. തന്റെ സകല ശത്രുക്കളോടും അവൻ ചേർന്നു. അതായത് ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് അവര്. അതായത് ദൈവമുണ്ട്, ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് ഒരു വിധിയുണ്ട് എന്നുള്ള ചിന്താഗതി ഉള്ളവൻ ഒരിക്കലും ദുഷ്ടനായി ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റില്ല. ഒരു ന്യായവിധി ഉണ്ടെന്നും ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും, ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസന്നദ്ധിയിൽ ന്യായവിധി പീഠത്തിൽ ദൈവം കൊണ്ടുവരുമെന്ന് എത്രയോ ഇടങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അവസാനത്തിലും, മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിലും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷങ്ങളിലും, ലേഖനങ്ങളിലും, പലയിടങ്ങളിൽ, വെളിപാട് പുസ്തകത്തിലും എല്ലാം മനുഷ്യന്റെ ഓരോ പ്രവൃത്തികൾക്കും അനുസരിച്ച് അവർ വിധിക്കപ്പെടുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ കുലുങ്ങുകയില്ല, 6-ാമത്തെ വാക്യം, ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്നവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. നമുക്കറിയാം, ടൈറ്റാനിക് എന്ന കപ്പല് അത് സമുദ്രത്തിലേക്ക് ഇറക്കിയപ്പോൾ അവര് ഇതേപോലെയുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചായിരുന്നു. ദൈവം പോലും വിചാരിച്ചാൽ ഈ കപ്പലിനെ തകർക്കാനായിട്ട് പറ്റില്ല. കാരണം അത്ര നല്ല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മുങ്ങിപ്പോകാതിരിക്കാനുള്ള തരത്തിലുള്ള എല്ലാവിധ ക്രമീകരണങ്ങളോടും കൂടെയാണ് ആ ആഡംബര കപ്പൽ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞു. അവരിങ്ങനെ പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഇത് തകർക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ നാളുകൾക്കുള്ളിൽ ആ കപ്പൽ രണ്ടായിട്ട് മുറിഞ്ഞ് തകർന്ന് അത് അറ്റ്ലാന്റിക്കൽ കടലിന്റെ അടിത്തട്ടിൽ ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് നമുക്ക് പല യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്നൊന്നും ഹൃദയത്തിൽ നമ്മൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പറയാം, ദൈവം എന്നെ സഹായിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അനർത്ഥം ഭവിക്കുകയില്ല, ഞാൻ പരാജയപ്പെടുകയില്ല എന്ന് പറയുന്നതിന് തെറ്റില്ല. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ മികവ് കൊണ്ടും ഞാൻ തകരുകയില്ല, എനിക്ക് അനർത്ഥം സംഭവിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രയാസത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. അതിനുശേഷം 7-ാമത്തെ വാക്യം ദുഷ്ടനെ പറ്റി പറയുകയാണ്. അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. ദുഷ്ടനെ പറ്റി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവന്റെ വായിൽ എന്തൊക്കെയാണ്? വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വായിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വായിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ഈ ദുഷ്ടന്റേതായ എന്തെങ്കിലും അംശങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അതിനുശേഷം 8-ാമത്തെ വാക്യം, അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു, മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവരെ കൊല്ലുന്നു. നിഷ്കളങ്ക രക്തത്തെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊന്നുകളഞ്ഞിട്ടുള്ള എത്രയോ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം അവർക്ക് തന്നെ വലിയ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു എന്നുകൂടെ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുശേഷം പറയുകയാണ്, സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതിയിരിക്കുന്നു, എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു, എളിയവനെ തന്റെ വലയിൽ ചാടിച്ച് പിടിക്കുന്നു, അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു, അഗതികൾ അവന്റെ ബലത്തിൽ വീണുപോകുന്നു, ദൈവം മറന്നിരിക്കുന്നു, അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു, അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ ഈ തിന്മയെല്ലാം ചെയ്യുമ്പോ ഇവന്റെ ഉള്ളിലെ ചിന്താഗതി എന്താണ്? ഇവന്റെ ഉള്ളിലെ ചിന്താഗതി ദൈവം മറഞ്ഞിരിക്കുകയാണ്, അവന്റെ മുഖം ദൈവം മറച്ചു പിടിച്ചിരിക്കുകയാണ്, അവൻ ഒരു നാളും കാണുകയില്ല എന്നുള്ള ചിന്താഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്താഗതി നല്ലതാണോ? ഒരിക്കലുമല്ല. പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഉന്നതമായ ഒരു ചിന്ത എന്താണ്? ഇതെല്ലാം ദൈവം കാണുന്നു എന്നുള്ള ചിന്തയാണ്. ആ ഒരു ചിന്തയാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത്. മറ്റാരും കണ്ടില്ലെങ്കിലും, മറ്റാരും നമ്മളെ വീക്ഷിക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ കണ്ണുകൾ
സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള ദൈവത്തിന്റെ കണ്ണുകൾ എത്ര കൂരിരുട്ടിലാണെങ്കിലും എത്ര കനത്ത ചൂരകളുടെ ഉള്ളിലാണെങ്കിലും ദൈവത്തിന്റെ കണ്ണുകൾ നമ്മളെ ശോധന ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ദുഷ്ടന്റെ ഉള്ളിൽ എന്താണ്? അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ് ദുഷ്ടതയിൽ മുഴുകുന്നത്. അതായത് എളിയവനെ തകർക്കാൻ പതിയിരിക്കുന്നത്, എളിയവനെ തകർത്തതിൽ സന്തോഷിക്കുന്നത്, തിന്മയിൽ മുഴുകുന്നത്, ഈ ലോകമോഹങ്ങളിൽ മാത്രം ജീവിക്കുന്നതിന്റെ കാരണം ദൈവവിചാരമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയുള്ള ഈ ഭാഗങ്ങളിൽ ദുഷ്ടനെ പറ്റി, അവന്റെ പ്രത്യേകതകളെ പറ്റി, അവന്റെ മനോരഥങ്ങളെ പറ്റിയൊക്കെയാണ് രേഖപ്പെടുത്തി വെച്ചിരുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളോ പ്രവർത്തനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള ഒരു ആഹ്വാനം കൂടെയാണ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം 12-ാമത്തെ വാക്യം, യഹോവേ എഴുന്നേൽക്കണമേ, ദൈവമേ തൃക്കൈ ഉയർത്തേണമേ, എളിയവരെ മറക്കരുതേ. അതിനുശേഷം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഏത് സാഹചര്യമാണെന്ന് അറിയില്ല. എളിയവരെ നിന്ദിക്കുന്ന ഏതോ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ ആലപിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. അതിലെ ഒരു പ്രാർത്ഥനയാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. യഹോവേ എഴുന്നേൽക്കണമേ, ദൈവമേ തൃക്കൈ ഉയർത്തേണമേ, എളിയവരെ മറക്കരുതേ. ദൈവം എളിയവരെ മറക്കൂ? ഈ പ്രാർത്ഥന നടത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം, ഒരിക്കലും ദൈവം എളിയവരെ മറക്കില്ലെന്ന് വേദപുസ്തകത്തിൽ എത്രയോ ഇടങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 48 എന്നെടുത്ത് വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 48-ാമത്തെ തിരുവചനം. വിശുദ്ധ ലൂക്കോസ് 1:48. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മതി. കന്യക മറിയാമിലെ എന്ത് ഗുണം കണ്ടിട്ടാ കന്യക മറിയാമിനെ ദൈവം ചേർത്ത് പിടിച്ചത്? അതാണ് മറിയം വെളിപ്പെടുത്തുന്നത്. അവൻ തന്റെ എളിമ നിറഞ്ഞ ഹൃദയത്തെ അല്ലെങ്കിൽ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. അപ്പൊ യേശു കന്യക മറിയാമിന്റെ ഉദരത്തിലേക്ക് ഇറങ്ങി വസിക്കാൻ തക്കവണ്ണം കന്യക മറിയാമിൽ ഉണ്ടായിരുന്ന വലിയ പുണ്യം എന്തായിരുന്നു? എളിമയായിരുന്നു. അതുകൊണ്ട് എളിമയുള്ളവരുടെ കൂടെ ദൈവം വസിക്കുന്നു എന്നുള്ളൊരു വചനം വേദപുസ്തകത്തിൽ യെശയ്യാവിലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാമോ? യെശയ്യാവ് 57-ാം അധ്യായം 15-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15. ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായി ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടി വസിക്കുന്നു. അപ്പൊ ദൈവം എവിടെയാ വസിക്കുന്നത്? ദൈവം ഇപ്പൊ അടുത്ത സങ്കീർത്തനത്തിൽ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, ദൈവത്തിന്റെ സിംഹാസനം സ്വർഗത്തിലാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഈ സങ്കീർത്തനത്തിൽ നമ്മള് ഈ യെശയ്യാവിന്റെ പുസ്തകത്തിൽ 57:15 ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നതിന്റെ ഒപ്പം ഭൂമിയിൽ വസിക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് അറിയാമോ? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതായത് സ്വർഗത്തിൽ വസിക്കുന്നവൻ, സ്വർഗാദി സ്വർഗത്തിൽ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവം, മാലാഖമാർ നിത്യം പരിശുദ്ധൻ 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 എന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. കണ്ടോ, ദൈവം പറയുകയാണ്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരുടെ കൂടെ വസിക്കുന്നു. അപ്പൊ ആരുടെ കൂടെ ദൈവം വസിക്കുന്നത്? എളിയവന്റെ കൂടെ, അവന്റെ ചങ്കിനകത്ത് അവൻ ദൈവം വസിക്കുന്നുവെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. സങ്കീർത്തനത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? ദൈവമേ എഴുന്നേൽക്കണമേ,
ദൈവമേ തൃക്കൈ ഉയർത്തണമേ, എളിയവരെ മറക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, എളിയവരുടെ കൂടെയാണ് ദൈവം വസിക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 6 കൂടെ ഒന്ന് വായിക്കാമോ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 4:6. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അപ്പൊ ദൈവം ആരുടെ കൂടെയാണ്? അഹങ്കരിക്കുന്നവരുടെ കൂടെയാണോ? എളിമ ഉള്ളവരുടെ കൂടെയാണോ? തീർച്ചയായിട്ടും വചനം പഠിപ്പിക്കുന്നത് എളിമയുള്ളവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്നും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നും യേശു തന്നെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം എളിയവരെ ഒരിക്കലും മറക്കുകയില്ലെന്ന് വചനം പഠിപ്പിക്കുകയാണ്. പിന്നീട് 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമാണ്. പിന്നീട് നീ അത് കണ്ടിരിക്കുന്നു, തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കി കണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്കൽ ഏൽപ്പിക്കുന്നു, അനാഥന് നീ സഹായിയാകുന്നു. അതായത് അനാഥർ, വിധവകൾ, ഇങ്ങനെയുള്ളവരൊക്കെ ദൈവം പ്രത്യേകമായ രീതിയിൽ കരുതുന്നു എന്ന് പലയിടങ്ങളിൽ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ ദുഷ്ടന്റെ കണിയിൽ അകപ്പെടാതെ വണ്ണം ഇവരെ ദൈവം പരിപാലിക്കുമെന്ന് വെളിപ്പെടുത്തുകയാണ്. പിന്നീടുള്ള വാക്യങ്ങൾ: ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ, ദോഷിയുടെ ദുഷ്ടത ഇല്ലാതാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. യഹോവ എന്നേക്കും രാജാവാകുന്നു, ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടാതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരുടെ നിലവിളികൾക്ക് ദൈവം ചെവി ചായച്ച് അവരുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുമെന്ന് വെളിപ്പെടുത്തുകയാണ്. അതായത് ഇങ്ങനെയുള്ളവരുടെ നിലവിളി പലയിടങ്ങളിൽ പല രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോലിക്കാരന്റെ കൂലി നിഷേധിച്ചാൽ, അവൻ നിലവിളിച്ചാൽ ദൈവം പെട്ടെന്ന് ഉത്തരമരുളുമെന്ന് യാക്കോബ് ശ്ലീഹായിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനാഥനും വിധവയും നിലവിളിച്ചാൽ അവരുടെ നിലവിളിക്ക് ദൈവം പെട്ടെന്ന് മറുപടി നൽകുമെന്ന്, വിധവയും നിലവിളിച്ചാൽ ദൈവം പെട്ടെന്ന് മറുപടി നൽകുമെന്ന് വേദപുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിഷ്കളങ്ക രക്തം ചിന്തിയാൽ ആ രക്തം, അതായത് ജീവൻ, ദൈവസന്നിധിയിൽ നിലവിളിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-2 അധ്യായങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹാബേലിന്റെ രക്തം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ സാധുക്കളുടെ അപേക്ഷ ദൈവം കേൾക്കും, അവരുടെ നിലവിളി ദൈവം ചെവിചായിച്ച് കേൾക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. തുടർന്ന് 11-ാമത്തെ സങ്കീർത്തനം, അത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നതിന്റെ ഹെഡിങ്ങിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 11-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം: ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിനെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? മതി. പ്രിയപ്പെട്ടവരെ, ദാവീദിനോട് ഒരുപക്ഷെ അവന്റെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ശത്രുക്കളായിരിക്കാം, അദ്ദേഹത്തോട് പറയുകയാണ്, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവേൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? അതായത് ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ശൗൽ രാജാവിന്റെ ഉപദ്രവം ഹേതുവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ ഉപദ്രവം ഹേതുവായിട്ടായിരിക്കാം ദാവീദിനോട് പാലായനം ചെയ്തു പോകുവാനായിട്ട് പറയുകയാണ്. ദാവീദ് അതിനെ ഒരു ഉപമാ രൂപേണ പറഞ്ഞിരിക്കുകയാണ്. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുകയും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്നോട് പറയുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹം അതിന് വിസമ്മതം അറിയിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണമാണ് 1-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം: ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഏത് സാഹചര്യത്തിലും അവന് ധൈര്യപൂർവ്വം നിലകൊള്ളുവാൻ സാധിക്കുമെന്ന് ഇവിടെ ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം എടുക്കാമോ? യെശയ്യാവ് 40:31 വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഉണ്ടോ? യഹോവയെ ആശ്രയിക്കുന്നവർ, കർത്താവിനെ കാത്തിരിക്കുന്നവർ, അവർ കഴുകനെ പോലെ വീണ്ടും ചിറകടിച്ചു ഉയരുമെന്നും അവർ ഓടിയാലും തളർന്നു പോവുകയില്ലെന്നും വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദാവീദ് ആരിൽ ആശ്രയിക്കുന്നേ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിനെ തളർത്താനായിട്ട് സാഹചര്യങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ സാഹചര്യം എങ്ങനെയൊക്കെ ആയി തീർന്നാലും എല്ലാ സാഹചര്യങ്ങളുടെയും മീതെ, അതായത് ആടി ഉലഞ്ഞ പടകിൽ ഭയപ്പെട്ട് നിലവിളിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് യേശു ആശ്വാസം കൊടുക്കുന്നുണ്ട്. കാറ്റെ അടങ്ങുക, മഴയെ ശമിക്കുക എന്ന് പറഞ്ഞ് ശാന്തമാക്കുന്നുണ്ട് ദൈവം. അതുപോലെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ദൈവം തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളെയെല്ലാം നമുക്ക് അനുകൂലമാക്കി തീർക്കുമെന്ന് ഈ ദാവീദിന്റെ വാക്കുകളിലൂടെ, അതാണ് യഹോവയെ ഞാൻ ശരണമാക്കിയിരിക്കുന്നത് കൊണ്ട് എവിടേക്കാണ് ഞാൻ ഓടിപ്പോകേണ്ടതെന്ന് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ശത്രുക്കളോട് ചോദിക്കുന്നതായിരിക്കാം. അതിനുശേഷം 2-ാമത്തെ വാക്യം ഇതാ: ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട് തയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ കൊടുക്കുന്നു. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെയാണ്. എളിയവനെ തകർത്ത് കളയാൻ പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ ഞാണിൽ തൊടുത്തു വിടുന്ന ആളുകൾ അന്നും ഇന്നും എവിടെയുണ്ട്? സമൂഹത്തിലുണ്ട്. എന്നാൽ എന്ത് സംഭവിക്കുന്ന? അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഒരു വേദന പങ്കുവെക്കുകയാണ്. 4-ാമത്തെ വാക്യം: യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. യഹോവ അല്ലെങ്കിൽ ദൈവം എവിടെ വസിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരന്റെ വിശ്വാസം. സ്വർഗത്തിൽ യഹോവയുടെ സിംഹാസനം, സ്വർഗത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം വെറുതെ അങ്ങ് വസിക്കുകയാണോ? അങ്ങനെയല്ല. അദ്ദേഹം ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരെയും ഒരു സ്ക്രീനിൽ എന്ന വണ്ണം ദൈവം ഓരോ നിമിഷവും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ രീതികളുമെല്ലാം മറ്റാരും കണ്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ദൈവം ശോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ മതി, ദൈവം ഒത്തിരി ഇടങ്ങളിൽ, പ്രത്യേകിച്ച് യേശു ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചതിന് ശേഷം യേശു പല വ്യക്തികളുടെയും പഴയകാല ജീവിത ചരിത്രങ്ങൾ അവരോട് പറയുന്നുണ്ട്. യാക്കോബിന്റെ കിണറിന്റെ അരികിൽ യേശു തമ്പുരാൻ ചെല്ലുമ്പോ അവിടെ ശമരിയാക്കാരി സ്ത്രീ വരുമ്പോ യേശു എന്താ പറയുന്നത്? യേശു വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോ ശമരിയാക്കാരി സ്ത്രീ ചോദിക്കുകയാണ്, യഹൂദനായിരിക്കുന്ന നീ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ത്? യേശു പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നീ എനിക്ക് തന്നേനെ. എന്നിട്ട് യേശു പറയുകയാണ്, നിത്യജീവന്റെ ജലം ഞാൻ നിനക്ക് തരാം. അതായത് ഇനി നിനക്ക് ഒരിക്കലും ദാഹിക്കാതിരിക്കാനുള്ള വെള്ളം ഞാൻ നിനക്ക് തരാം. അപ്പൊ യേശു അവളോട് പറയുകയാണ്, അവൾ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഇനി ഒരിക്കലും ദാഹിക്കാതെ വണ്ണമുള്ള വെള്ളം ഉണ്ടെങ്കിൽ ദയവായി എനിക്കത് തരണമേ. യേശു പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ യേശുവിന്റെ അടുക്കൽ അവൾ മറുപടി പറയുന്നത് എന്താണ്? എനിക്ക് ഭർത്താവില്ല. യേശു അപ്പോൾ അവളുടെ പഴയ ചരിത്രങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഏറ്റു പറയുകയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല. പ്രിയപ്പെട്ടവരെ, ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ പാപ ജീവിതങ്ങൾ എത്ര നമ്മൾ മൂടി വെച്ചാലും
അതിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ കണ്ണുകൾ ഇതെല്ലാം ശോധന ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരീശന്മാരും സാധുക്യരും പലപ്പോഴും ഹൃദയത്തിൽ പറയുന്ന കാര്യങ്ങൾ യേശു പരസ്യമായിട്ട് പറയുമായിരുന്നു. അതായത് യേശു തമ്പുരാൻ ശീമോൻ എന്നൊരു പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ വന്ന യേശുവിന്റെ കാൽക്കൽ മുട്ടുകൾ മടക്കി അവളുടെ കണ്ണുനീര് കൊണ്ട്, അവളുടെ പാപത്തെ ഓർത്തുള്ള അനുതാപ നിമിത്തം വന്ന കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ കാലുകൾ നനച്ച് അവളുടെ മുടി കൊണ്ട് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ശീമോൻ അടക്കം ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ഏത് തരക്കാരിയാണെന്ന് ഇവൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഇതിന് സമ്മതിക്കില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു അവരോട് പറയുന്നുണ്ട്, ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇവരുടെ ഹൃദയ വിചാരങ്ങൾ ആർക്കറിയാമായിരുന്നു? ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വചനമുണ്ട്, അവൻ നമ്മുടെ വായിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പേ അത് അറിയുന്നു. അതായത് നാളെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലും ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഭൂതവും ഭാവിയും എല്ലാം നമ്മളെപ്പറ്റി A to Z കാര്യങ്ങൾ ശോധന ചെയ്ത് അറിയുന്നവനാണ് ദൈവം. ഈ ഒരു ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കണം. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ, ഇതാണ് ദൈവവിചാരം. ഈ ദൈവവിചാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി പാപങ്ങളിൽ അകപ്പെടാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 11-ാം അധ്യായം 5 മുതൽ 7 വരെ വായിക്കാമോ? യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. അതായത് നമ്മള് ഈ 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിന്റെ ആരംഭത്തിലൊക്കെ ദുഷ്ടന്മാരെ പറ്റിയാണ് കൂടുതൽ ചിന്തിച്ചത്. അവർക്ക് പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഞെരുക്കങ്ങളോ ഒന്നും വരുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ ഒരു ഉള്ളിൽ അവന്റെ ഒരു വേദനയായിട്ട് ദൈവസന്നിധിയിൽ പങ്കുവെക്കുന്നുമുണ്ട്. എന്നാൽ ഈ അവസാന ഭാഗത്ത് 11-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ്? യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. നീതിയുള്ളവനെ ദൈവം ശോധന ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഉള്ളം വെറുക്കുന്ന തരത്തിലുള്ള ദുഷ്ടതയോ സാഹസമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിന് അങ്ങനെയുള്ളവരെ വെറുപ്പ് എന്നുള്ളൊരു വികാരം ദൈവത്തിലില്ല, പക്ഷെ അതൊരു ഇഷ്ടമില്ലായ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുപ്പ് പിശാചന്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള വാക്ക് ട്രാൻസ്ലേഷൻ സമയത്ത് അതിനുചിതമായ വാക്ക് ഉപയോഗിച്ചതാണ്. പിന്നീട് പറയുകയാണ്, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. മാലാഖി പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? മാലാഖി എടുക്കാൻ എളുപ്പമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ തൊട്ട് പുറകിലാണ് മാലാഖി പ്രവാചകന്റെ പുസ്തകം. മാലാഖി എടുക്കാമോ? മാലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കാമോ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമത്തെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ അതേ പ്രവചനം തന്നെയാണ് മാലാഖി പഴയ നിയമത്തിലെ അവസാന ഗ്രന്ഥമായ യഹൂദന്മാരുടെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ വചനമാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഇത് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഈ ഭൂമി അഗ്നിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതായത് അവസാനം ഇത് മുഴുവനും അഗ്നിക്കിരയാകുമെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ
അരുളി ചെയ്യുന്നു. അത് തന്നെയല്ലേ ഇവിടെ പറയുന്നേ? 11-ാം സങ്കീർത്തനത്തിലെ 6-ാം വാക്യം, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദുഷ്ടതയിൽ ജീവിച്ചിട്ടും പെട്ടെന്ന് ഇവർക്ക് തകർച്ചയും ഈ പറയുന്ന പോലെയുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകാതിരിക്കുന്നത്? അത് ദൈവം കരുണാമയനായതുകൊണ്ടാണ്. ദൈവം എല്ലാവരെയും, നന്മ നിറഞ്ഞവരെയും നീതിയുള്ളവരെയും ദുഷ്ടനെയും കൊടിയ പാപിയെയും ഒക്കെ ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി അവിടുന്ന് അന്ത്യത്തോളം കാത്തിരിക്കുമെന്ന് വചനത്തിൽ വളരെയിടങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ദുഷ്ടതയിൽ മുഴുകിയിട്ടും പാപത്തിൽ മുഴുകിയിട്ടും പലരും ഇന്ന് വളരെ സമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ കരുണയാണ്. എന്നാൽ ഈ കരുണ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടം അവസാനിച്ച് കരുണ മാറി നീതിയുടെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കും. നീതി വന്നു കഴിഞ്ഞാൽ പിന്നീട് അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് ചുമലിലേറ്റി അവൻ നമ്മുടെ പാപങ്ങൾ പരിഗണിക്കാതെ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ദിനംതോറും കാത്തിരിക്കുക. എന്നാൽ യേശുവിന്റെ 2-ാമത്തെ വരവ് നീതിയോടുകൂടെയുള്ള വരവാണ്, പാപി ശിക്ഷിക്കപ്പെടാൻ ഉള്ള വരവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്ടതയും തിന്മയും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ. 7-ാമത്തെ വാക്യം, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. അവിടെ നീതിമാനാണ് ദൈവം. പക്ഷെ നീതി ഇപ്പൊ ദൈവം പ്രവർത്തിക്കുന്നില്ല, ദൈവത്തിന്റെ കരുണയുടെ കാലഘട്ടം. അതുകൊണ്ടാണ് ഈ കരുണയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപ നമ്മൾ ഓരോരുത്തരും പ്രാപിക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്ന് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നീതിമാനാണ്, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. അതായത് വക്രതയുള്ളവർ ആരുടെ മുഖം കാണില്ല? ദൈവത്തിന്റെ മുഖം കാണില്ല. നേരുള്ള ഹൃദയവും നേരുള്ള ചിന്തകളും നേരുള്ള ജീവിത നടപടികളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരുടെ മുഖം കാണാൻ പറ്റും? അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ മുഖം കാണുവാനായിട്ട് സാധിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ സന്ധ്യായാമത്തിൽ സങ്കീർത്തനങ്ങളിൽ അങ്ങയുടെ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആശ്വാസങ്ങളും ശാസനകളും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാനും ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. 10-ാം സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ ദൈവമേ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ അവന്റെ വലിയ വേദന പങ്കുവെക്കുന്നു. യഹോവേ, നീ ദൂരത്ത് മാറി നിൽക്കുന്നത് എന്ത്? കഷ്ടതയുടെയും സഹനത്തിന്റെയും നാളുകളിൽ മറഞ്ഞു നിൽക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ യഹോവ കഷ്ടതയുടെ കാലഘട്ടത്തിൽ സമീപസ്ഥനാണെന്നും അതുപോലെ അവിടുന്ന് കൂടെയിരിക്കുന്നു എന്നും മാറോട് ചേർത്ത് പിടിക്കുന്നുവെന്നും വചനത്തിലൂടെ വെളിപ്പെടുത്തിയ യേശുവേ, ഞങ്ങളുടെ സഹനങ്ങളുടെ, ഞങ്ങളുടെ ദുഃഖഞെരുക്കങ്ങളുടെ കനൽ വഴികളിലൂടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടാതെ അവിടുത്തെ ഉള്ളം കൈയിൽ ഞങ്ങളെ വഹിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ദുഷ്ടനെ പറ്റി, സാഹസപ്രിയനെ പറ്റി പിന്നീട് ഞങ്ങൾ കേൾക്കുന്നു. ആ ദുഷ്ടന്റെ ജീവിത രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയെ ഉപേക്ഷിക്കുവാൻ അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. എളിയവരെ മാനിക്കുന്ന, എളിയവരെ ഉയർത്തുന്ന, എളിയവന്റെ കൂടെ വസിക്കുന്ന ദൈവമേ, എളിമ നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ കണ്ണുകൾ ഞങ്ങളെ കാണുന്നു, അങ്ങയുടെ നയനങ്ങൾ ഞങ്ങളെ ശോധന ചെയ്യുന്നു എന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ മനസ്സിലെ ചിന്തകളെ ഭരിക്കുവാനായിട്ട് അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. അങ്ങനെ പാപത്തിന്റെ വഴികളെ വിട്ടൊഴിഞ്ഞ് ദൈവമേ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, അന്ത്യനാളിൽ അവിടുന്ന് കടന്നു വരുമ്പോൾ അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ച് തക്ക പ്രതിഫലം കൊടുക്കുവാൻ അവിടുന്ന് കടന്നു വരുമ്പോൾ അങ്ങയുടെ നീതിയുടെ മുമ്പാകെ ദഹിച്ചു പോകാതെ വണ്ണം ദൈവമേ കരുണ പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിക്കുകയും
എല്ലാ അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, എല്ലാ തിന്മ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കുകയും ചെയ്യണമേ. ദൈവമേ, അങ്ങേലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അങ്ങയിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധി എന്ന ദാനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എളിമ എന്ന പുണ്യം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് മകുടമണിയിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാമ്യ ഭവനങ്ങൾ പാർപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ഒരുങ്ങി അവിടുത്തെ സന്നദ്ധിയിൽ അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ, അവിടുത്തെ തിരുശരീര രക്തങ്ങളിലൂടെ അങ്ങയിലും അങ്ങ് ഞങ്ങളിലുമായിരിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമീൻ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.